മലയിടംതുരുത്ത് പര്യത്തുകാവ് ഉന്നതി ഭൂമി തർക്കത്തിന് ശാശ്വത പരിഹാരം 7 കുടുംബങ്ങൾക്ക് നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ ശിലാസ്ഥാപനം മന്ത്രി റോജി എം ജോൺ നിർവഹിച്ചു. സർക്കാർ മേൽനോട്ടത്തിൽ 1000 സ്ക്വയർ ഫീറ്റിന്റെ 7 വീടുകൾ ഒരു വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കും. AT അശ്വിൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. 5 പതിറ്റാണ്ടുകളായുണ്ടായ ഒരു പ്രശ്നത്തിനാണ് ഇപ്പോൾ പാര്യത്തുകാവിൽ ഒരു തീരുമാനമുണ്ടായിരിക്കുന്നത്. അവരുടെ പുതിയ സ്വപ്നങ്ങൾ ഓരോരുത്തർക്കും 5 സെന്റ് സ്ഥലം വീതം, പുതിയ വീട്, 1000 സ്ക്വയർ ഫീറ്റിലുള്ള ഉറപ്പുള്ള വീട്, അവിടെ ഇനി പോലീസ് വരികയോ മറ്റ് നിയമക്കുരുക്കുകളോ ഒന്നുമില്ല. അങ്ങനെയുള്ള സമാധാനപരമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്കാണ് പാര്യത്തുകാവിലെ 7 കുടുംബങ്ങൾ കാലെടുത്ത് വെക്കുന്നത്. ഇന്ന് മന്ത്രി റോജി എം ജോണാണ് ഈ വീടുകളുടെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചിരിക്കുന്നത്. UDF സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പതിറ്റാണ്ടുകളായിട്ടുണ്ടായിരുന്ന ഒരു പ്രശ്നത്തിന് വളരെ വേഗത്തിൽ തന്നെ പരിഹാരം കാണാൻ സാധിച്ചു. റോജി എം ജോൺ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ അത് ഒത്തുതീർപ്പിലൂടെ, ചർച്ചകളിലൂടെ പരിഹരിക്കുക എന്നത് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം തന്നെയാണ്. അത് വളരെ ഫലപ്രദമായി തന്നെ UDF സർക്കാരിന് സാധിച്ചു എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത്. 7 കുടുംബങ്ങളാണ് ഇവിടെയുള്ളത്. ഈ തർക്കഭൂമിയായിരുന്ന ഈ പാര്യത്തുകാവിൽ ഇതിന്റെ ഉടമസ്ഥർ കണ്ണൂത്ത് ശങ്കരൻ നായരുടെ കുടുംബാംഗങ്ങൾ, അവരുടെ മക്കളാണ് ഇപ്പോഴുള്ളത്. അവർ 5 സെന്റ് സ്ഥലം വീതം ഓരോരുത്തർക്കും വിട്ടു നൽകാനായിട്ടുള്ളൊരു തീരുമാനം, അങ്ങനെ ഒരു ആവശ്യം സർക്കാർ പറയുന്ന ആ ഒരു സമയത്ത് അത് അംഗീകരിക്കുകയും ആ ഒരു തീരുമാനത്തോട് ഇവിടുത്തെ കുടുംബങ്ങൾ സമരം അവസാനിപ്പിച്ച് അതിനോട് യോജിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ കാണുന്ന ഭൂമിയിൽ 7 വീടുകൾ ഒരുങ്ങുന്നത്. ഓരോരുത്തർക്കും 5 സെന്റ് സ്ഥലമാണുള്ളത്. ചുറ്റുമതിലുണ്ടാകും, വഴിയുണ്ടാകും. അത്തരത്തിൽ സർക്കാരിന്റെ മേൽനോട്ടത്തിൽ തന്നെ ഒരു വർഷത്തിനകം ഈ വീടുകളുടെ പണി പൂർത്തിയാക്കുമെന്നാണ് ഇപ്പോൾ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. സ്പോൺസർമാരുടെ സഹായത്തോടു കൂടിയാണ് ഈ വീടുകളുടെ നിർമ്മാണം നടക്കുന്നത്. എല്ലാ സ്പോൺസർമാരെയും മുഴുവനായിട്ട് കിട്ടിയിട്ടില്ല എങ്കിലും പണി ആരംഭിക്കുകയാണ്. ഒരു വർഷത്തിനുള്ളിൽ തന്നെ പണി പൂർത്തിയാക്കുമെന്നാണ് സർക്കാർ ഉറപ്പ് നൽകിയിരിക്കുന്നത്. എന്തായാലും പതിറ്റാണ്ടുകൾ ആയിട്ട് നിലനിന്നിരുന്ന ഒരു പ്രശ്നത്തിന് ശാശ്വത പരിഹാരം. ഇന്ന് നേരത്തെ ഇവിടെ പോലീസ് വരികയും പലപ്പോഴും വളരെ ഭൂമിയായിരുന്ന ഇവിടെ ഇന്ന് മധുര വിതരണമാണ് നടക്കുന്നത്. എന്തായാലും ശാശ്വതമായൊരു പരിഹാരം പാര്യത്തുകാവിൽ ഉണ്ടായിരിക്കുകയാണ്. പുതിയ ജീവിതത്തിലേക്ക് ഈ 7 കുടുംബങ്ങളും കടക്കുകയാണ്.